ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ അതേ ഞാൻ രാവിലെ തന്നെ വാതിലൊന്ന് നോക്കിയപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ നിന്നു. പിന്നെ എന്നത്തെ പോലെ തന്നെ നല്ല കാറ്റാട്ടോ ഇവിടെ. പിന്നെ എന്നത്തെ പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചായ ഉണ്ടാക്കി. നമ്മളിവിടെ പാൽ ചായയാണ് കുടിക്കുക, കട്ടൻ ചായ വല്ലപ്പോഴും ഒക്കെ കുടിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഒരു 8-8:30 ആകുമ്പോഴത്തേണ്ട് നമ്മൾ കപ്പയും മീൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പ അതേ നല്ല തേങ്ങയും കാന്താരൊക്കെ ഇട്ട് അരച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. പിന്നെ ഇതിലേക്ക് മീൻ കറി തേങ്ങ അരച്ച മാന്തൾ കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും നല്ല നേക്കുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിത് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമുക്കിത് കൂർക്ക തന്നെയാണ് ഉപ്പേരി. അപ്പോൾ ഇന്ന് വേറെ മോഡലായിട്ട് ഉണ്ടാക്കണത്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പേരിക്ക്. അപ്പോൾ അതേ എണ്ണ ചൂടായി കടുക് പൊട്ടിച്ചു. പിന്നെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, അതിന് ചെറിയുള്ളി ഇട്ടെടുത്തിട്ടുണ്ട്. ചെറിയുള്ളി നന്നായിട്ട് വഴന്നതിന് ശേഷം ചുവന്ന മുളക് ചതച്ചതും കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ നായി വന്നപ്പോൾ ഞാൻ കൂർക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂർക്കയിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പേരിക്ക്. എന്താ നമ്മൾ ഇന്നാളൊരു ദിവസം ഉണ്ടാക്കിയതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ആ ഒരു ഉള്ളിൻ്റെ ഒക്കെ ആയിട്ട് നല്ല സ്മെല്ലായിരുന്നു. അപ്പോൾ നമ്മളെ ഉപ്പേരി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എന്നത്തെ പോലെ തന്നെ ചോറുണ്ടാക്കണമല്ലോ. അപ്പോൾ ചോറും ഉണ്ടാക്കി. അങ്ങനെ നമ്മളെ ചോറ് തളിച്ചു. ഞാനത് കാസറോൾക്ക് ഇറക്കി വെച്ച് അത് കഴിഞ്ഞിട്ട് മത്തൻ്റെ ഇല താളിപ്പ്, എന്താ കുഞ്ഞുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി പിന്നെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് അതിൽ നമുക്ക് ഇലയിട്ടിട്ട് വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ മലപ്പുറംകാർക്ക് മാത്രം അറിയുന്ന ഒരു സംഭവം ഇത്. കഞ്ഞിവെള്ള താളിപ്പ്, എന്താ മുരിങ്ങ താളിപ്പ്, ചീരൻ താളിപ്പ്, മത്തൻ താളിപ്പ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ അറിയുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പം അതായിരുന്നു. പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഒരു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാനിത് സാധനം മേടിച്ച സമയത്ത് എനിക്കിത് എങ്ങനെ ചെത്തുകയെന്ന് പോലും അറിയില്ലായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ചെത്തിയെടുത്ത് നമ്മളങ്ങോട്ട് പഠിച്ചു. പിന്നെ ഇതിനൊരു വേറെ ചുവ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഓരോരോ സംഭവങ്ങൾ ഇട്ടിട്ടിട്ട് ഓരോ പ്രാവശ്യം ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ മാറ്റി ഉണ്ടാക്കി എനിക്കിഷ്ടമായത് ഇങ്ങനെ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഇത് ഞാനതിങ്ങനെ കട്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് പഴം ഇട്ട് കൊടുക്കണം. റോബസ്റ്റ പഴട, അതല്ലെങ്കിൽ ഞാലിപ്പൂവൻ ഇടാം. അപ്പോൾ ഇത് രണ്ടും എൻ്റെ കയ്യില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ പഴമാണ് എടുക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ കഷ്ണം മാത്രം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ പഞ്ചസാര ആവശ്യത്തിന്. പിന്നെ ഇതിൻ്റെ ആ ചുവ ഒന്ന് മാറി കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ചേർക്കുമ്പോൾ ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന് വേറൊരു ചുവ ഉണ്ടാവില്ല, അതുണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല തിക്കായിട്ടൊന്നും നല്ല ലൂസാക്കിയിട്ടോ കുടിക്കാറ്. അപ്പോൾ അതെ നമ്മളെ ജ്യൂസ് അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് അടിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്താണ് സപ്പോർട്ട് ചെയ്താണ്. അപ്പം നാളെ കാണാം. ടാറ്റാ.